ഹായ് നമസ്കാരം. ഇന്നിവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മറ്റുള്ള വ്യക്തികൾ ഈ ഒരു സമയത്ത് നിങ്ങളെ കാണുമ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നാണ്. അതിനായിട്ട് ഞാനിവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ട്രെങ്ത്, ടെമ്പറൻസ്, പേജ് ഓഫ് പെൻഡക്കിൾസ്, Knight of Pentacles, Five of Pentacles, Nine of Swords. അപ്പോൾ ഇത്രയുമാണ് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് കടക്കാം. നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ചിലർ നിങ്ങളെ കാണുന്നത്. ഏതു കാര്യത്തിലും മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ കാണുമ്പോൾ കരുതുന്നു. ഇത് അവർക്ക് നിങ്ങളോട് ചെറിയ രീതിയിലുള്ള അസൂയ ഉണ്ടാക്കുന്നതായും കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം മനസ്സിലായിട്ടുണ്ടെന്നും ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സപ്പോർട്ട് പലതരത്തിൽ കിട്ടുന്നുണ്ടെന്ന് മറ്റുള്ളവർ കരുതുന്നു. നിങ്ങൾ ഏത് കഷ്ടപ്പാടുകളിൽ അകപ്പെട്ടാലും അവിടെ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ജീവിതം കാണുന്ന വ്യക്തികൾ സ്വയം ചിന്തിക്കുന്നുണ്ട്, ഈ അവസ്ഥകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട്. പല തളർന്ന അവസ്ഥകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് പുതിയ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ള വ്യക്തികൾ അതിശയത്തോടു കൂടി നോക്കിക്കാണുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ പല വ്യക്തികളും നിങ്ങളെക്കുറിച്ച് കരുതിയിരുന്നത് പല വിഷമഘട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഇനി നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കില്ല, ഇനി നിങ്ങൾക്ക് ഒന്നും ചെയ്യാനാകില്ല എന്നൊക്കെയാണ് അവർ നിങ്ങളെക്കുറിച്ച് കരുതിയിരുന്നത്. പക്ഷേ നിങ്ങൾക്കിവിടെ ദൈവത്തിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തോ ഇപ്പോഴോ ഒക്കെ നിങ്ങൾ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പലതരത്തിലും നിങ്ങൾ സാമ്പത്തികപരമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥകളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് സാമ്പത്തികപരമായി ഒരു ചെറിയ രീതിയിലുള്ളൊരു വിജയം ഭഗവാൻ ഇവിടെ തന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു വിജയം മറ്റുള്ളവർ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്നു. നിങ്ങൾക്കിതൊക്കെ എങ്ങനെ സാധിച്ചു എന്നൊക്കെ മറ്റുള്ളവർ കരുതുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മറ്റുള്ള വ്യക്തികൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് കുറച്ച് സാമ്പത്തികമായ സഹായം ചോദിക്കാമെന്നൊക്കെ അവർ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ആർക്കും പൈസയൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ആ പൈസ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ പൈസ നിങ്ങളുടെ കൈകളിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുപോയ വ്യക്തികൾക്ക് അത് തിരിച്ചു തരാനുള്ള ആഗ്രഹം അവർക്ക് കാണുമായിരിക്കാം. പക്ഷേ അവർ അത് ആഗ്രഹിച്ചാലും ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ പൈസയുടെ കാര്യത്തിൽ കുറച്ച് നിങ്ങൾ ശ്രദ്ധ കാണിക്കണം. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയ ആ പണം ഇപ്പോൾ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നെ ആ പൈസ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ചില വ്യക്തികൾ ഇവിടെ പൈസ കൊടുത്തു കഴിഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട്. ചിലർ വന്ന് ചോദിച്ചപ്പോൾ കൊടുത്തു കഴിഞ്ഞതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അവർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ വ്യക്തികൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ കൊടുത്തു കഴിഞ്ഞല്ലോ, ഇനി എനിക്ക് തിരിച്ചു കിട്ടുമോ, അബദ്ധമായി പോയല്ലോ എന്നൊക്കെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അത് അവർക്ക് ഉറക്കമില്ലായ്മയും ഉത്കണ്ഠയും ഒക്കെ കൊണ്ട് കൊടുത്തതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ പൈസ ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികളെല്ലാം നിങ്ങളെ നല്ല ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇപ്പോൾ കാണുന്നത് ഈ ഒരു സമയത്ത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.